നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു ആശ്വാസ വാർത്ത ഇന്നലെ വലിയ രീതിയിൽ പ്രചരിച്ചത്. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന അറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ്. കാന്തപുരം ട്വിറ്ററിൽ ഷെയർ ചെയ്ത വാർത്തയാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. മുജീബുണ്ട് വിവരങ്ങളുമായി. മുജീബ്, റദ്ദ് ചെയ്യുവാൻ തീരുമാനമായി, ധാരണയായിട്ടുണ്ട്. വലിയ ഉന്നതരായിട്ടുള്ള ആളുകളുമായിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു ഈ തീരുമാനമെടുത്തത് എന്നായിരുന്നു വാർത്ത. ആ വാർത്ത ഇന്നലെ ANI ഷെയർ ചെയ്തിരുന്നു. ആ ANI കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു കാന്തപുരത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ആ വാർത്ത ഷെയർ ചെയ്തിരുന്നത്. അതാണ് കാന്തപുരത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്ത് എന്നുള്ളത് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് കാന്തപുരത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഈ ട്വീറ്റ് വന്നിരുന്നത്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. കാന്തപുരത്തിന്റെ ഓഫീസ് ഇപ്പോഴും പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാനുള്ള ധാരണ ഉണ്ടായി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണവും വന്നു കഴിഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. അതിനാൽ തന്നെ ഇതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ, നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ പ്രതിനിധി കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇതിൽ മറ്റ് ആശയക്കുഴപ്പങ്ങൾ ഇല്ലല്ലോ ഇല്ലേ? കാന്തപുരത്തിന്റെ ഓഫീസിനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതല്ലേ? ഞങ്ങൾ പൂർണ്ണമായും നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പൂർണ്ണമായും കാന്തപുരത്തിന്റെ ഓഫീസുമായി ചേർന്നുകൊണ്ട് കാന്തപുരവുമായി ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നലെ ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ അക്കാര്യങ്ങൾ ഞങ്ങളെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് അവിടെ ചർച്ചകൾ നയിക്കുന്ന പണ്ഡിതവര്യന്മാരിൽ നിന്നാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഞങ്ങളെ ലഭിച്ചിരുന്നു. ഞങ്ങൾ അത് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസും ഞങ്ങളും ഒരേ സമയം മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവ്യക്തതയും ഇപ്പോൾ നിലവിലില്ല. ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നു. അത് നേരത്തെ തന്നെ ജവാദ് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം റീപോസ്റ്റ് ചെയ്ത ANI എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ പോസ്റ്റ്, ആ ഏജൻസി ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കാന്തപുരം ഡിലീറ്റ് ചെയ്തു എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ നൽകുന്ന ചില മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവർക്ക് നിമിഷപ്രിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണോ ഇവരുടെ താല്പര്യം എന്നുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. ഞങ്ങൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസിറ്റീവായി ലഭിച്ച വാർത്തകളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിൽ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ വാർത്ത തെറ്റാണെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? സ്വാഭാവികമായും അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. നേരത്തെയും ഈ നിമിഷയുടെ വധശിക്ഷ താൽക്കാലികമായി റദ്ദാക്കി സ്റ്റേ ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ വന്ന സമയത്ത് മറ്റൊരു മാധ്യമം, മലയാളത്തിലെ പ്രമുഖ മാധ്യമം, അല്ലെങ്കിൽ ഒന്നാം റേറ്റിംഗിനകത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാധ്യമം ഈ വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് MBA പ്രസംഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ നിമിഷം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉത്തരവിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ അന്ന് അവർ നടത്തിയ വ്യാജ പ്രചരണം ഇപ്പോൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായും മലയാളിയായ ഒരു നഴ്സിനെ, അല്ലെങ്കിൽ മലയാളിയായ ഒരു യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു സമൂഹമാകെ ഒരുമിച്ച് പോരാടുന്ന സമയത്ത് എന്തിനാണ് ഇതിനൊക്കെ ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അവരുടെ താല്പര്യങ്ങൾ എന്തായാലും ഈ സമൂഹത്തിനകത്ത് വിലപ്പോവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ. അതെന്താണ് അത്തരത്തിലുള്ള താല്പര്യങ്ങൾ എന്താണ് ഇപ്പോൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ തവണയും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ യമനിൽ നിന്ന് വരുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സ്വാഭാവികമായും ആ ചോദ്യം നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ ഇടയിൽ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലയാളത്തിലെ ഒന്നാം നിര മാധ്യമം എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം റേറ്റിംഗിനകത്ത് നിൽക്കുന്ന ചാനൽ എന്ന് പറഞ്ഞ ചാനലാണ് അന്ന് ആ വാർത്ത തെറ്റാണ് എന്ന് ഈ പറയുന്ന വാർത്ത നൽകിയത്. MBA വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് വ്യാജമായ ഉത്തരവാണ് എന്ന് അവർ വാർത്ത നൽകുകയും ബ്രേക്കിംഗ് ന്യൂസ് നൽകുകയും പിന്നീട് ലൈവ് നിർത്തുകയും പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ ലൈവ് നിർത്തുകയും അത് അത്തരത്തിലുള്ള വാർത്ത സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയും അവർ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ സ്വയം അതൊന്നും. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. എന്തായാലും ഇക്കാര്യത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രശംസാർഹമാണ്. അത് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഇന്നലെ രാത്രി തന്നെ കാന്തപുരത്തിന്റെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് റിലീസ് തന്നതാണ്. ഫേസ്ബുക്കിൽ ജവാദ് മുസ്തഫാവി തന്നെ ഇക്കാര്യം അറിയിച്ചതാണ്. അത് എല്ലാ മാധ്യമങ്ങളും കൊടുത്തതാണ്. പക്ഷേ ഇന്ന് രാവിലെ വന്നപ്പോഴേക്കും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല, അതുകൊണ്ട് കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞത് തെറ്റാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഞങ്ങൾ ഒറ്റ വാർത്തയെ കൊടുത്തിട്ടുള്ളൂ. ഇന്നലെ രാത്രി കാന്തപുരത്തിന്റെ ഓഫീസ് എന്താണോ പറഞ്ഞത് അക്കാര്യം തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസ് ഇക്കാര്യം വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഇത് കൃത്യമായ വിവരം യമനിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ചർച്ച തുടരുന്നുമുണ്ട്. വധശിക്ഷ ഉണ്ടാവുകയില്ല, ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ മോചനം. അതിൽ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒരു കാര്യം സംഭവിക്കുന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഒരു തരത്തിലുള്ള അഭ്യൂഹവും ഇക്കാര്യത്തിൽ വസ്തുതാപരമല്ല എന്ന് പറയുകയാണ്.